സംസ്ഥാനത്ത് മഴ തുടരുന്നു. തൃശൂർ കളക്ടറേറ്റിന് സമീപത്ത് കൂറ്റൻ മരം കടപുഴകി വീണു. കാക്കശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് പിൻവലിച്ചു. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. അന്തിക്കാട് യുവതിയെയും മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിൽ. കല്ലിടവഴി സ്വദേശികളായ അനിത, മകൻ അഷിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസിന് അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺ വേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വീട് കയറി ആക്രമണം. വയോധികയുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയത് 7 അംഗ സംഘം. ചാലക്കുടി ദേശീയപാതയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഊരകത്ത് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ബുധനാഴ്ച പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം ഇടിയോടും മിന്നലോടും കൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. തൃശൂർ കളക്ടറേറ്റിന് സമീപത്തെ കൂറ്റൻ മരം കാറ്റിൽ കടപുഴകി വീണ് പോലീസ് സ്റ്റേഷനിലെ മതിലും വൈദ്യുതി തൂണുകളും തകർന്നു. തൃശൂർ ടൗൺ വെസ്റ്റ് സ്റ്റേഷന്റെ മതിലാണ് തകർന്നത്. ഇവിടെയുള്ള 3 വൈദ്യുതി തൂണുകളും തകർന്നു വീണു. ഇതോടെ ഈ മേഖലയിലെ വൈദ്യുതി വിതരണം നിലച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത 544ന്റെ പണികൾ പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെട്ട് പന്നിയങ്കരയിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടാനിരിക്കെയാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. മണ്ണുത്തി, വെട്ടിക്കൽ, മുല്ലക്കര ഭാഗങ്ങളിലാണ് മഴ പെയ്താൽ റോഡ് തോടായി മാറുന്നത്. കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത വെള്ളക്കെട്ടിലാകാൻ കാരണം. വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ്. ശക്തമായ മഴയിൽ കാക്കശ്ശേരിയിൽ വീട് തകർന്നു. വടക്കൂട്ട് സുരേഷിന്റെ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂരയും ചുമരുകളും പൂർണ്ണമായും തകർന്നു. വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, പാത്രങ്ങൾ, രേഖകൾ, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ തുടങ്ങി എല്ലാം നശിച്ചു. സുരേഷും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. ഓടുവീണ് സുരേഷിന് തലയ്ക്ക് നേരിയ പരിക്കുണ്ട്. ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. കുടുംബത്തെ തൽക്കാലം സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ചേലക്കരയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. തോന്നൂർക്കര ആശുപത്രി പടി ഇറക്കത്തിൽ വീട്ടിൽ ശശി, ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ വീടിന്റെ ബലക്ഷയം ശ്രദ്ധയിൽപ്പെടുകയും വീട്ടിലുണ്ടായിരുന്നവർ സമീപത്തെ വീട്ടിലേക്ക് മാറുകയും ചെയ്തിരുന്നു. കുട്ടികളടക്കം 8 പേരടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അന്തിക്കാട് സ്വദേശിയായ യുവതിയെയും 1.5 വയസ്സായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിലായി. അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് തിണ്ടാറ്റ് സ്വദേശികളായ ചോണാട്ട് അനിത, മകൻ അഷിൽ എന്നിവരെയാണ് അന്തിക്കാട് സിഐ VS വിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് തിണ്ടാറ്റ് സ്വദേശി ചോണാട്ടിൽ അഖിലിന്റെ ഭാര്യ കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരുടെ മൃതദേഹമാണ് ഏപ്രിൽ 30 രാവിലെ മണലൂരിലെ പാലാഴി ഭാഗത്ത് കനോലി കനാൽ തീരത്ത് കണ്ടെത്തിയത്. ഏപ്രിൽ 29 മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത്. ഭർത്താവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാനാണിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതിയുടെ മരണത്തെക്കുറിച്ച് അന്തിക്കാട് SHO നടത്തിയ തുടർ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിനാവശ്യമായ പോലീസിന് അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺ വേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ സമയത്ത് ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനാവില്ല. പകരം പടിഞ്ഞാറേ നടയിലും കിഴക്കേ നടയിലും താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഒരുക്കാനും യോഗം തീരുമാനിച്ചു. KBM ശിവനട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്
കൌൺസിലർ അജിത അജിത്ത് പ്ലക്കാർഡേന്തി നടുത്തളത്തിൽ കുത്തിയിരിപ്പ് നടത്തി. MLA ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് ചെയർമാൻ കൌൺസിൽ യോഗത്തിന് ശേഷം അറിയിച്ചു. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ ശാന്ത, മക്കളായ സിബി, അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് വീട്ടുകാർ പണം കടം നൽകിയിരുന്നു. പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് യുവാക്കളും ഇവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ 7ഓളം പേർ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികയെയും മക്കളെയും തൃശൂർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചാലക്കുടി പഴയ ദേശീയപാതയിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കനകമല സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ ജേക്കബിന്റെ മകൻ 45 വയസ്സുള്ള ബിജു ആണ് മരിച്ചത്. ചാലക്കുടി മാർക്കറ്റിലെത്തിയ ബിജു കനകമലയിലെ പലചരക്ക് കടയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ച ശേഷം മെയിൻ റോഡിലേക്ക് സ്കൂട്ടറിൽ വന്നതായിരുന്നു. വ്യാപാര ഭവന് സമീപം റോഡ് മുറിഞ്ഞ് കടക്കുമ്പോൾ സൌത്ത് ജംഗ്ഷനിൽ നിന്ന് വന്നിരുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. തെറിച്ചു വീണ ബിജുവിന്റെ ദേഹത്തുകൂടി ബസിന്റെ മുൻചക്രം കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഊരകത്ത് ബസ്സും ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. എരുമത്തടം സ്വദേശി 60 വയസ്സുള്ള ഹരിചന്ദ്രനാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരായ ഇരിങ്ങാലക്കുട സ്വദേശികളായ തട്ടിൽ ഷെറിൻ, റോസ്മി എന്നിവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മുന്നിൽ പോയ ബൈക്കിൽ തട്ടിയതിനു ശേഷം സമീപത്തെ മരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. ചേർപ്പ് ആക്സ് പ്രവർത്തകർ കൂർക്കഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണുത്തി വെട്ടിക്കലിൽ വീടിന്റെ വാതിൽ തകർത്ത് പണവും വാച്ചും മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിലായി. കന്യാകുമാരി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. 4 ദിവസം മുൻപാണ് തെക്കൂട്ട് ഗോപിനാഥിന്റെ വീടിന്റെ വാതിൽ കല്ലുപയോഗിച്ച് തകർത്ത് 5000 രൂപയും റിസ്റ്റ് വാച്ചും പ്രതി മോഷ്ടിച്ചത്. മണ്ണുത്തി CI AK സജീഷ്, SI ജീസ് മാത്യു, ASIമാരായ TJ ജയൻ, ഗോകുലൻ, ബാബുരാജ്, സീനിയർ CPO ധനേഷ് മാധവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്ഥിരം മോഷ്ടാവായ പ്രതി ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവച്ച് വാതിൽ കല്ലുകൊണ്ട് തകർത്ത് അകത്ത് കടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പ്രാഥമികമായി കേൾക്കേണ്ടത് ഇന്റേണൽ കമ്മിറ്റിയാണെന്നും ഇത് നിർബന്ധമായി രൂപീകരിക്കണമെന്നും കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയെ PTA അംഗവും സ്കൂളിൽ അധ്യാപകനും ചേർന്ന് അധിക്ഷേപിച്ചെന്ന പരാതി പരിഗണിച്ചപ്പോൾ ഈ സ്കൂളിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിരക്ഷ ലഭ്യമാക്കുന്നതിന് പോഷ് ആക്ട് അനുശാസിച്ചിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് പരാതി കേട്ട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. ഇവ സമയബന്ധിതമായി രൂപീകരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വരെ പിഴ ചുമത്താനാകുമെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. പരിഗണിച്ച ആകെ 67 പരാതികളിൽ 17 പരാതികൾ തീർപ്പാക്കി. 5 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. അഭിഭാഷകരായ ബിന്ദു രഘുനാഥൻ, സജിത അനിൽ, ഫാമിലി കൌൺസിലർ മായ രമണൻ, വനിതാ സെൽ CI LC എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. അബ്രപാളിയിൽ 50 വർഷവും ജീവിതയാത്രയിൽ 80 വയസ്സും പിന്നിട്ട നടൻ TG രവിക്ക് ആദരണമൊരുക്കി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ. ടെക്കോസയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായ TG രവിയെ ആദരിക്കാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 1969 ബാച്ച് സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ തൃശൂർ എലൈറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച സമാദരണ സുഹൃത്ത് സംഗമത്തിൽ ഒത്തുചേർന്നു. ടെക്കോസ പ്രസിഡന്റ് K രാമകൃഷ്ണൻ, സെക്രട്ടറി NI വർഗീസ്, ട്രഷറർ CG രവീന്ദ്രൻ, RK രവി എന്നിവർ ചേർന്ന് TG രവിയെ പൊന്നാട അണിയിച്ചു. പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TG രവിയും സഹപാഠികളും ടെക്കോസ അംഗങ്ങളും ഓർമ്മകൾ പങ്കുവച്ചു. വിവിധ സിനിമകളിൽ TG രവി വേഷം പകർന്ന കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ പ്രദർശനവും ചടങ്ങിൽ അരങ്ങേറി.
നിപ്പ കവർന്ന സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾക്ക് 6 വയസ്സ്. ലിനിയെ അനുസ്മരിച്ച് സാംസ്കാരിക നഗരിയും. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷന്റെയും ലിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്ന അനുസ്മരണ യോഗം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ.പി. ബീന അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എൻ.ബി. സുനീഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബിൻ രാജ്, ലിനി ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ പി.ആർ. സൌമ്യ എന്നിവർ സംസാരിച്ചു. 100ഓളം നഴ്സുമാർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ്. 37 വയസ്സുകാരനായ സുരേഷ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനായാണ് സുരേഷ് ജീവൻ നിലനിർത്തുന്നത്. പ്രതിമാസം ഡയാലിസിസിനും മരുന്നിനുമായി 50,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. നിർധന കുടുംബാംഗമായ സുരേഷിന് ഈ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനിടയിൽ ഡയാലിസിസ് ഉപകരണം ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇതിനുവേണ്ടി സർജറി നടത്താൻ 1 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇതിനും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. എനിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചക്ക് ഒരു ഭീമമായ തുകയാണ് എനിക്ക് വരുന്നത്. എനിക്ക് എന്റെ കുടുംബത്തിന് അത് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അപ്പോ നിങ്ങളെ പോലുള്ള ഓരോരുത്തർ ഇത് കാണുമ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു സുരേഷ്. 5 വർഷം മുൻപാണ് വൃക്കകൾ ചുരുങ്ങി വരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. 1 വർഷമായി ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. ഭാര്യ ശ്രുതിയും മാതാവ് സീതയും പിതാവ് മുരളിയും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. അമ്മ സീതയും വൃക്കരോഗിയാണ്. ഇവർക്കും ചികിത്സയ്ക്കായി മാസം 10,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഡയാലിസിസ് ഞാനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ണിന് സുഖമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും വിഷമത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ഒരു പണിക്കും പോവാനോ തൊഴിലിന് പോവാനോ അതിന് പറ്റണില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. 70 വയസ്സുകാരനായ പിതാവ് മുരളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അർദ്ധപട്ടിണിയിൽ കുടുംബം കഴിയുന്നത്. ചികിത്സാ ചെലവിനും ഉപജീവനത്തിനും വഴിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണയുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. സഹായം നൽകാൻ താല്പര്യമുള്ളവർ 9961122420 എന്ന ഗൂഗിൾ നമ്പർ വഴിയോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ബ്രാഞ്ചിലെ 02190100002560 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. ചേറ്റുവ പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട വള്ളങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു. പുഴയിൽ പഴയ വള്ളങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് മൂലം വലകൾ തടഞ്ഞ് മത്സ്യബന്ധനത്തിന് സാധിക്കാതെ വരുന്നതായും വലകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട ഫൈബർ വള്ളം പുതിയ പാലം നിർമ്മാണ കരാർ കമ്പനി തൊഴിലാളികൾ ക്രെയിൻ ഉപയോഗിച്ച് പാലത്തിന് താഴെ തീരദേശ റോഡിന് സമീപം കരയിൽ കയറ്റിവച്ചിരുന്നു. പുഴയിൽ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെട്ട വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തൃശൂർ DCC ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. മുൻ മേയർമാരായ IP പോൾ, രാജൻ ജെ പല്ലൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, DCC ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അരങ്ങ് തൃശൂർ ക്ലസ്റ്റർ കലോത്സവത്തിന് കേരളവർമ്മ കോളേജിൽ തുടക്കമായി. കവിതാ പാരായണം, ഗാനാലാപനം, കഥാപ്രസംഗം, സ്റ്റേജ് ഇതര മത്സരങ്ങൾ തുടങ്ങി 5 വേദികളിലായി 40 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ബുധനാഴ്ച സമാപിക്കും. കയ്പമംഗലത്ത് ചെഞ്ചെവിയൻ ആമയെ കണ്ടെത്തി. കാളമുറി പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിൽ നിന്നാണ് ഗ്രാമലക്ഷ്മി സ്വദേശി ചക്കനാത്ത് സന്നിലിന് ചെഞ്ചെവിയൻ ആമയെ കിട്ടിയത്. കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്.
ആമയുടെ വലിപ്പത്തിലും കൈകാലുകളുടെ നിറത്തിനും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട്. അപകടകാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു. ആമയ്ക്ക് 4 കിലോയോളം തൂക്കമുണ്ട്. തലോരിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. തിരുവനന്തപുരത്തു നിന്നും പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. റോഡിന് നടുവിൽ ഉയരം കുറഞ്ഞ ഡിവൈഡർ സ്ഥാപിച്ചതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. സ്ഥിരം അപകട മേഖലയായ വളവിൽ ശരിയായ രീതിയിൽ കാണാവുന്ന തരത്തിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലപ്പഴക്കത്താൽ ക്ഷയിച്ച ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോവിലകത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തനിമയും പ്രൗഢിയും നിലനിർത്തി 3 വർഷത്തിനകം പുന്നത്തൂർ കോവിലകം പുതുക്കി പണിയാനാണ് തീരുമാനം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം DA KS മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ എറണാകുളത്തെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ആർക്കിടെക്ടായ തൃശൂർ പൂങ്കുന്നം സ്വദേശി വിനോദാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. 5 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ജോയിന്റ് കൌൺസിൽ ടൗൺ മേഖലാ സമ്മേളനം തൃശൂരിൽ നടന്നു. മുണ്ടശ്ശേരി സ്മാരക മന്ദിര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ ചെയർമാൻ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TD പ്രസാദ് അധ്യക്ഷനായി. സെക്രട്ടറി സുബിൻ തോപ്പിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ KB ബീന, P ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി തുമ്പൂർമൊഴി മേഖലയിൽ വളർത്തു നായ്ക്കളെ പുലി പിടിച്ചു. കാച്ചപ്പള്ളി ജോണി, ചെറ്റുപറമ്പിൽ ലോനപ്പൻ, ചെറുവത്തൂർ വർഗീസ് എന്നിവരുടെ നായ്ക്കളെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുലി കൊണ്ടുപോയത്. തിങ്കളാഴ്ച രാത്രി നായയെ പുലി വലിച്ചുകൊണ്ട് പോകുന്നത് കാച്ചപ്പള്ളി ജോണിയും വീട്ടുകാരും കണ്ടിരുന്നു. ഇതോടെയാണ് ലോനപ്പൻ, വർഗീസ് എന്നിവരുടെ നേരത്തെ കാണാതായ നായ്ക്കളെ പുലി പിടിച്ചതാണ് എന്ന നിഗമനത്തിൽ എത്തിയത്. പ്രദേശത്ത് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേച്ചേരിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിലായി. തയ്യൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ ജിഷ്ണുവിനെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 19 രാത്രി കേച്ചേരി സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഹീറോ ഗ്ലാമർ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. വാണിജ്യം. എല്ലാത്തരം ജീവിത മുഹൂർത്തങ്ങളും അവിസ്മരണീയമാക്കാൻ ഇനി ബെല്ല ഇവന്റ്സും. ഇവന്റ് മാനേജ്മെന്റ് സംരംഭമായ ബെല്ല ഇവന്റ്സിന്റെ ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷൊർണൂർ റോഡിൽ എയർടെൽ ഓഫീസിന് സമീപം കള്ളിയത്ത് ബിൽഡിംഗിൽ ആരംഭിച്ച ബെല്ല ഇവന്റ്സിന്റെ ഓഫീസ് തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA എന്നിവർ മുഖ്യാതിഥികളായി. ഫാദർ ബിനു ജോസഫ് ഓഫീസിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, DCC ജനറൽ സെക്രട്ടറിമാരായ ബൈജു വർഗീസ്, KK ബാബു, ചേറൂർ മാർ ഗീവർഗീസ് പള്ളി വികാരി ഫാദർ വിനോദ് തിമിത്തി, ബെല്ല ഇവന്റ്സ് പ്രൊപ്പറേറ്റർ VS ഡേവിഡ്, മാതാവ് ബിന്ദു സന്തോഷ്, അഡ്വക്കേറ്റ് CM അനിൽകുമാർ, സുനോജ് തമ്പി, മുഹമ്മദ് സറൂഖ് AC, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. സ്റ്റേജ് ഷോകൾ, മെഗാ ഇവന്റുകൾ, കോൺഫറൻസ് പ്രോഗ്രാമുകൾ, ജന്മദിനം, വിവാഹം, വാർഷികം തുടങ്ങിയ ആഘോഷവേളകളും സംസ്കാര ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ സ്റ്റേജ് ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവയെല്ലാം മികച്ച രീതിയിൽ ഉത്തരവാദിത്തത്തോടെ ബെല്ല ഇവന്റ്സ് ചെയ്തു നൽകുന്നു. 3 വർഷത്തോളമായി ഖത്തറിലും 2.5 വർഷക്കാലമായി കേരളത്തിലും പ്രവർത്തിച്ച് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് വിശ്വാസവും ജനപ്രീതിയും ആർജിക്കാൻ ബെല്ല ഇവന്റ്സിന് സാധിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9946050006 9995446611. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. തൃശൂർ കളക്ടറേറ്റിന് സമീപത്ത് കൂറ്റൻ മരം കടപുഴകി വീണു. കാക്കശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് പിൻവലിച്ചു. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. അന്തിക്കാട് യുവതിയെയും മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിൽ. കല്ലിടവഴി സ്വദേശികളായ അനിത, മകൻ അഷിൽ എന്നിവരാണ് അറസ്റ്റിലായത്.
ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസിന് അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺ വേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വീട് കയറി ആക്രമണം. വയോധികയുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയത് 7 അംഗ സംഘം. ചാലക്കുടി ദേശീയപാതയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഊരകത്ത് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.